ചോദിച്ചു നോക്കാം വല്ലതുണ്ടോന്ന്. കുട്ടി വീട്ടിലുണ്ടോ എന്തോ. പൊന്നോ നമുക്ക് ആ പെൺകുട്ടിയുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ആരെയും കാണാനില്ലല്ലോ ഇവിടെ. മോളെ ആരെയും പുറത്തേക്ക് കാണാനില്ല. നമുക്ക് കോളിംഗ് ബില്ലൊന്നും അടിക്കാം. ഇവിടെ നിന്നോട്ടാ. കാണാനില്ല ഒരാരെയും. മോളെ അതെ മോളെ കാണാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? എനിക്ക് അർജന്റായിട്ട് ഒരു 1000 റുപ്യ വേണം മോളെ. ഞാൻ 2 ദിവസത്തിലേക്ക് കൊണ്ട് തരാം. 1000 രൂപ? എന്റെ 1000 ഒന്നും ഇരിക്കുന്നില്ല. എന്റെ എവിടുന്ന പൈസയൊക്കെ? മോനെന്താ വന്നേ? അതെ, തടിയൊക്കെ വെച്ചല്ലോ. നല്ല വിശേഷം. എത്ര ഇത് 5 തട കുട്ടിയാ? അല്ല, ഇനിയിപ്പോ എത്ര മാസത്തെ ലീവുണ്ട്? അതെ മോനെ, പൈസ ഉണ്ടെങ്കിൽ 1000 റുപ്യ ചോദിക്കാൻ വന്ന. മോന്റെ കയ്യിൽ ഇരിക്കണ്ട. താത്ത 2 ദിവസത്തിലേക്ക് കൊണ്ട് തരും. 1000 രൂപയാ? നാളെ ഒരു ലോൺ അടയ്ക്കാനാ മോനെ. അത് കുഴപ്പമില്ല താത്ത, ഞാൻ ശരിയാക്കാം. 1000 രൂപയല്ലേ? 1000 റുപ്യ മതി. അത് ഞാൻ തരാം. അത് നിങ്ങളിത് എങ്ങട്ടാ? അല്ല താത്ത 1000 ചോദിച്ചു. ഇതൊക്കെ വേറെ പണിയൊന്നുമില്ല. ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു 3000 രൂപ മേടിച്ചോണ്ടായിരുന്നു, ഇപ്പഴും തന്നിട്ടില്ല. പൈസ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അതൊക്കെ ഇട്ട് കൊടുക്കാൻ തിരിച്ചു തരാൻ വേണ്ട അവരുടെ കയ്യിലും. അല്ല, പണ്ട് വരെ നമ്മൾ അറിയണ താത്തയാ. വേണ്ട കേട്ടോ. ഉമ്മ അറിഞ്ഞ പിന്നെ അത് വേറെ പ്രശ്നമാവേ. ഉമ്മന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്തൊന്നും കൊടുക്കാൻ നിൽക്കരുതെന്ന്. ഇല്ലാന്ന് ചെന്ന് പറയേ. അക്കൗണ്ടിലാണ് ATM കാർഡ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഗൂഗിൾ പേ ഉണ്ടോ എന്തെങ്കിലും ചോദിച്ചിട്ട് ഒഴിവാക്കി വിടാൻ നോക്കും. ഇല്ലാന്ന് പറയാല്ലേ? മതി. അവർക്കൊന്നും കൊടുക്കൊന്നും വേണ്ട. താത്ത, പേഴ്സിൽ പൈസ ഉണ്ടാവില്ല. ഗൂഗിൾ പേയിലെ പൈസ ഉണ്ടാവുള്ളൂ. ഞാനൊരു 1000 പേഴ്സിൽ കണ്ട പോലെ തോന്നി, അതാ ഒന്ന് പറഞ്ഞ. ഗൂഗിൾ പേ ഉണ്ടോ താത്താക്ക്? ഗൂഗിൾ പേയിൽ പോലും ഒരു മൊബൈല് പോലും താത്താക്കില്ല മോനെ. പിന്നെ എങ്ങനെ ഗൂഗിൾ പേ എന്ന് പറയാൻ നമുക്ക് അറിയുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യാ? സാരില്ല, കൊഴപ്പില്ല. മോന്റെ ഉമ്മയോ? ഉമ്മ പുറത്തേക്ക് വരിക. അതെ, ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ തരും. സാരില്ല. ശരിട്ടാ. എന്നാ പോണ്? ഞാനൊരു മാസം കഴിഞ്ഞ പോവും. ശരി. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ പൈസ തരാന്ന് പറഞ്ഞിട്ട് അകത്ത് പോയപ്പോ പെണ്ണ് മാറ്റി. പെൺകോന്തെന്നല്ല പറയണ അങ്ങനെയുള്ളതിനൊക്കെ.